ഇന്ന് നമ്മുടെ ശക്തിമാനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. 6 മാസമായി വണ്ടി നമ്മുടെ എഴുത്തിലിനകത്തായി പോയിട്ട്. എന്തെങ്കിലും പണിയെടുക്കണോ, പണിയെടുക്കാതെ സ്റ്റാർട്ടാവുമെന്ന് നോക്കാം. ഭയങ്കര സ്റ്റാർട്ടാക്കാൻ പോകുന്നത് കേട്ടോ. സ്റ്റാർട്ടാക്കൂടി ഭയങ്കര ഈ അവസ്ഥയിൽ. വണ്ടിയുടെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാം. കുതിരതായി വിറകെല്ലാം തെളിയിൻ്റെ മണ്ടക്കിട്ടിട്ടുണ്ട്. ഏകദേശം 6 മാസമായി ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട്. ഇനി സ്റ്റാർട്ടാവുമോ, കറണ്ട് ഉണ്ടോ, പെട്രോൾ എന്തായാലും ഇല്ല. നമ്മൾ പെട്രോൾ വാങ്ങിച്ചിട്ടുണ്ട്. വണ്ടിയുടെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയാം. അപ്പം വണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ സ്റ്റാർട്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കിത് സ്റ്റാർട്ടാവുമെന്ന് നോക്കിയാലോ. عندي خوش فصلة يا اخي تفوز والله خوش رقصة يا اخي دوس عندي خوش فصلة يا اخي تفوز والله خوش رقصة عندي لك رقصة قوية يا الحبيب اسمها الصبوحة خطبها نصيب مد يدك كنا بتعطيها كف وهز شتفك هيل خليك شديد عطني رقصة فريسة زيد عليها شوي عندي بيزة حق المحتر اللي نعرفه صيده سويلي وقفة انا هيبة هيا نسوي رقصة بياض جيب لي واحد كرك ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. ഭയങ്കര വണ്ടി സ്റ്റാർട്ടാക്കിയതുണ്ടോ? അപ്പം ഭയങ്കര ഇന്നാളെ വണ്ടി സ്റ്റാർട്ട് ചെയ്തൊരു വീഡിയോ ഇട്ടായിരുന്നു. അത് ഫേക്ക് ആണെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ് വന്നായിരുന്നു. അവൾ ഓർമ്മയുള്ള നാൾ മുതലേ ESD യുടെ സൗണ്ടും ESDയും കണ്ടാണ് വളർന്നത് അല്ലേ ഭയങ്കര? പിന്നെ അവളെങ്ങനെ സ്റ്റാർട്ടാക്കാതിരിക്കും? അപ്പം നമ്മൾ വണ്ടി ഒരു റിപ്പയറും ചെയ്തിട്ടില്ല. അത് 2-3 അടി അടിച്ചപ്പോൾ സ്റ്റാർട്ടായില്ലായിരുന്നു വണ്ടി. അത് കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ടായി. നമ്മൾ 6 മാസമായി വണ്ടി നമ്മൾ കയറ്റി വെച്ചിട്ട്. വണ്ടി കുറച്ച് ബിസി ആയതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ കുറച്ചിരിക്കുകയാണ്. വർക്കിൻ്റെ ഒരുപാട് തിരക്കുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ വീഡിയോയ്ക്കകത്ത് എന്തിരിക്കുന്നതെന്ന്. ഈ വീഡിയോയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊരു വണ്ടി കയറ്റി വെക്കുമ്പോൾ മാക്സിമം കാർബറേറ്ററിൻ്റെ അകത്ത് പെട്രോള് തീർത്ത് വെക്കാൻ ശ്രമിക്കുക. നമ്മുടെ കാർബറേറ്ററിനകത്ത് അതും 220 മിക്സ് ആയത് ഓയിൽ മിക്സ് പെട്രോൾ ആണെങ്കിൽ പെട്ടെന്നായിരിക്കും നമ്മുടെ കാർബറേറ്ററിനകത്ത് അഴുക്കടിയുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ അതായത് പെട്രോളിൻ്റെ ടാപ്പ് ഓഫ് ചെയ്ത് കാർബറേറ്ററിലെ പെട്രോൾ തീർത്ത് വെക്കാൻ നോക്കുക. പിന്നെ നമ്മളോരോ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്ന മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം വണ്ടി സ്റ്റാർട്ടാകാത്തത്. നമ്മൾ പ്രോപ്പറായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ അതിനെ വണ്ടി അടിച്ചടിച്ച് ഒന്നുകിൽ ഓവർഫ്ലോ ആകും. അപ്പോൾ അങ്ങനെ പല വിഷയങ്ങളിലോട്ട് വരുമ്പോഴാണ് വണ്ടി സ്റ്റാർട്ടാകാതെ വരുന്നത്. കറണ്ടും പെട്രോളും കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാകും. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഓവറായിട്ട് ടെൻഷനൊന്നും അടിക്കാതെ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാകും എന്നുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഇതിന് സ്റ്റാർട്ടാകുമോ എന്നുള്ള ചിന്തയെ കളയാമെങ്കിൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. എല്ലാവരും വണ്ടി ഉപയോഗിക്കുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, എല്ലാം ഡിഫറൻ്റ് ആണ്. ഒരേ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യേണ്ട അതിൻ്റേതായിട്ട് രീതിയുണ്ട്. അതിൽ അതേപോലെ സ്റ്റാർട്ട് ചെയ്യാൻ പഠിക്കാൻ ശ്രമിക്കുക മാക്സിമം. അപ്പം എല്ലാവർക്കും